ഒന്നാലോചിച്ച് നോക്കൂ, 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോളൻ ഒന്നാമൻ എന്നൊരു രാജാവ് ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തതൊന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ സ്വപ്നമാണ് ഇന്ന് നമ്മൾ കാണുന്ന തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇന്നത്തെ എഞ്ചിനീയർമാരെ പോലും തലപൊകിക്കുന്ന ഈ ഭീമൻ നിർമ്മിതിക്ക് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്നത്തെ പോലെ ഭീമൻ ക്രെയിനുകളോ മറ്റ് ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് 66 മീറ്റർ, അതായത് ഏകദേശം 216 അടി ഉയരത്തിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ ഒരു ഗോപുരം എങ്ങനെ പണിതുയർത്താൻ സാധിച്ചു? അതാണ് ഈ ക്ഷേത്രം നമുക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആ വലിയ വെല്ലുവിളിയിലേക്ക് തന്നെ കടക്കാം. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം, അതായത് വിമാനം, അതിന്റെ മുകളിലിരിക്കുന്ന ഒരൊറ്റ കല്ല്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 80 ടൺ, ഏകദേശം 12ഓളം വലിയ ആനകളുടെ ഭാരത്തിന് തുല്യമായ ഒരൊറ്റ കരിങ്കല്ല്. കുംഭം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി ആ ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഉയരത്തെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 216 അടി മുകളിൽ 80 ടൺ ഭാരമുള്ള ആ ഒറ്റക്കല്ല് അത്രയും ഉയരത്തിൽ എങ്ങനെ എത്തിച്ചിട്ടുണ്ടാവും? വെറുതെ എത്തിക്കുകയല്ല, ഒരു തരി പോലും സിമന്റോ പശയോ ഉപയോഗിക്കാതെ അത് കൃത്യമായി അവിടെ സ്ഥാപിക്കുകയും വേണം. ചോദ്യം വളരെ ലളിതമാണ്, പക്ഷെ ഉത്തരം അത്ര ലളിതമല്ല. ഈ ഒരു ചോദ്യമാണ് ചരിത്രകാരന്മാരെയും എഞ്ചിനീയർമാരെയും ഒരുപോലെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനെപ്പറ്റി നിലവിലുള്ള ഏറ്റവും ശക്തമായൊരു തിയറി എന്താണെന്നറിയോ? ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തേക്ക് മണ്ണ് നിന്ന് ചരിഞ്ഞ ഒരു പാത, അതായത് ഒരു റാമ്പ് അവർ നിർമ്മിച്ചു. എന്നിട്ട് ആനകളെയും മരത്തടികളെയും ഉപയോഗിച്ച് ഈ ഭീമാകാരമായ കല്ല് അതിലൂടെ പതുക്കെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി ഒടുവിൽ ഗോപുരത്തിന് മുകളിൽ അത് കൃത്യമായി സ്ഥാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആയിരിക്കണം അത്. ശരി, ആ കല്ലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു അത്ഭുതത്തിലേക്ക് പോകാം. കല്ലുയർത്തിയതിനേക്കാൾ വിചിത്രമായി തോന്നുന്ന ഒന്ന്, ഈ ക്ഷേത്രത്തിന്റെ നിഴലിന്റെ രഹസ്യം. ഇങ്ങനെ ഒരു വിശ്വാസം തന്നെയുണ്ട്, ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴില്ലെന്ന്. കേൾക്കുമ്പോഴെന്തോ മാജിക് പോലെയൊക്കെ തോന്നുന്നില്ലേ? ഒരു കെട്ടിടത്തിന് എങ്ങനെയാണ് നിഴലില്ലാതിരിക്കുക? എന്നാൽ ഇതിന്റെ പിന്നിൽ മാജിക് ഒന്നുമല്ല, പ്യുവർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആണ്. ഈ ഗോപുരം, അതായത് വിമാനം, ഒരു കല്ലുപോലെ അടച്ചുകെട്ടിയ ഒന്നല്ല. അതിന്റെ ഉൾഭാഗം പൊള്ളയാണ്. വളരെ വീതിയുള്ള അടിത്തറയിൽ നിന്ന് മുകളിലേക്ക് കൂർത്തുവരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉച്ച സമയത്ത് സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ ഈ ഗോപുരത്തിന്റെ നിഴൽ പുറത്തേക്ക് പോകാതെ അതിന്റെ തന്നെ വിശാലമായ അടിത്തറയിൽ വീഴുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ചോളന്മാർ വെറും നിർമ്മാതാക്കൾ മാത്രമായിരുന്നില്ല. അവർക്ക് ഗണിതശാസ്ത്രത്തിലും ജ്യാമിതിയിലും വാസ്തുവിദ്യയിലുമൊക്കെ അഗാധമായ അറിവുണ്ടായിരുന്നു. എന്തിന്, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ വരെ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ അത്ഭുതങ്ങളിൽ നിന്ന് ഒന്ന് മാറി അതിന്റെ ചുവരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകളിലേക്കൊന്ന് പോയാലോ? കാരണം ഇത് വെറുമൊരു ആരാധനാലയം മാത്രമല്ല. ഈ ഒരു വാചകം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു മുഖം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതെ, കല്ലിൽ കുത്തിവെച്ച 1000 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പുസ്തകം തന്നെയാണ് ഇത്. ഈ ചുവരുകളിലെ ശിലാലിഖിതങ്ങൾ 1000 വർഷം മുൻപുള്ള ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് തരുന്നത്. ക്ഷേത്രത്തിലെ നർത്തകിമാർക്കും പൂജാരിമാർക്കും കൊടുത്തിരുന്ന ശമ്പളം, സംഭാവനയായി കിട്ടിയ സ്വർണത്തിന്റെയും ആഭരണങ്ങളുടെയും കൃത്യമായ കണക്കുകൾ, വിശദമായ ഭൂമിരേഖകൾ, പിന്നെ ചോള സാമ്രാജ്യത്തിന്റെ സൈനിക വിജയങ്ങൾ. ഒരു സാമ്രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് മുഴുവൻ ഈ കല്ലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. ഈ ചുവലുകൾക്കുള്ളില് വേറൊരു രഹസ്യം കൂടി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ ചോളന്മാർ വരച്ച അതിമനോഹരമായ ചുമർചിത്രങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഭരണാധികാരികൾ ഇതിനു മുകളിൽ പുതിയ ചിത്രങ്ങൾ വരച്ച് പഴയതിനെ മറച്ചുവെച്ചു. പക്ഷേ 20ാം നൂറ്റാണ്ടിൽ ആ പ്ലാസ്റ്റർ പാളികൾക്കിടയിൽ നിന്ന് ആ അത്ഭുത ചിത്രങ്ങൾ വീണ്ടും വെളിച്ചം കണ്ടു. ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ തീരുന്നേയില്ല. പ്രധാന ഗോപുരത്തിന് മുന്നിലായി ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്ത നന്ദിയുടെ ഒരു ഭീമാകാരമായ പ്രതിമയുണ്ട്. ഏകദേശം 25 ടണ്ണാണ് ഇതിന്റെ ഭാരം. ചോഴന്മാരുടെ ശില്പകലയുടെ മറ്റൊരു ഉത്തമ ഉദാഹരണം തന്നെയാണിത്. അപ്പോ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ക്ഷേത്രം വെറുമൊരു കല്ലും മണ്ണും ചേർന്നൊരു നിർമ്മിതി മാത്രമല്ല. തീർച്ചയായും അല്ല. ഇതാണ് പ്രധാന കാര്യം. മനുഷ്യന്റെ കഴിവിനും ഭാവനയ്ക്കും ഭക്തിക്കും അതിരുകളില്ല എന്നതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ക്ഷേത്രം. 1000 വർഷങ്ങൾക്കിപ്പുറവും അത് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. സാമ്രാജ്യങ്ങളൊക്കെ വരും പോകും, പക്ഷേ ചില നിർമ്മിതികളുണ്ട്, അവ കാലത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കും. തഞ്ചാവൂരിലെ ഈ മഹാക്ഷേത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മനുഷ്യന്റെ പ്രതിഭയുടെയും